നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുമരാമത്ത് മന്ത്രിയായ ശേഷം PK ബഷീറിന്റെ ആദ്യ ഇടപെടൽ. നിലമ്പൂർ ബൈപ്പാസ് റോഡ് റിപ്പോർട്ട് തേടി മന്ത്രി. നിലമ്പൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഏക പരിഹാരമായ നിർദ്ദിഷ്ട ബൈപ്പാസ് റോഡിന്റെ തൽസ്ഥിതി സംബന്ധിച്ചാണ് റിപ്പോർട്ട് തേടിയത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം സ്പെഷ്യൽ കൌൺസിൽ ചേരുമെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്. നഗരസഭാ കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. വഴിക്കടവ് ആനമറയിൽ പുലിയിറങ്ങി. വീട്ടുമുറ്റത്തെ കൂട് തകർത്ത് കോഴികളെ പിടികൂടി. ആനമറയിലെ കാക്കത്തോടൻ താജുദ്ദീന്റെ കോഴിക്കൂടാണ് പുലി തകർത്ത് കോഴികളെ പിടികൂടിയത്. ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടുകൊമ്പന്റെ വിലസൽ തുടരുന്നു. വടപ്പുറം താളിപ്പൊയിൽ ഹനഫി പള്ളിക്ക് സമീപം PH സിദ്ദീഖിന്റെ വീട്ടുവളപ്പിലെ വിളകൾ നശിപ്പിച്ചു. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ CPM പ്രവർത്തകനെ ബാർബർ ഷോപ്പിൽ കയറി ക്രൂരമായി മർദ്ദിച്ചു. കാപ്പിൽ അരിപ്പമാട് സ്വദേശി മൂലങ്ങേടൻ സാജുവിനാണ് മർദ്ദനമേറ്റത്. വാർത്തകൾ വിശദമായി. പൊതുമരാമത്ത് മന്ത്രിയായ ശേഷം PK ബഷീറിന്റെ ആദ്യത്തെ ഇടപെടൽ. നിലമ്പൂർ ബൈപ്പാസ് റോഡ് റിപ്പോർട്ട് തേടി മന്ത്രി. നിലമ്പൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഏക പരിഹാരമായ നിർദ്ദിഷ്ട ബൈപ്പാസ് റോഡിന് തൽസ്ഥിതി സംബന്ധിച്ചാണ് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ റിപ്പോർട്ട് തേടിയത്. ഒന്നാം ഘട്ടം പ്രവൃത്തി ഉടൻ ടെൻഡർ ചെയ്യുമെന്ന് സൂചന. PK ബഷീർ 21-നാണ് പൊതുമരാമത്ത് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹം നടത്തിയ ആദ്യ ഇടപെടലുകളിൽ ഒന്നാണ് നിലമ്പൂർ ബൈപ്പാസ് എന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നു. ചീഫ് എഞ്ചിനീയർ മുഖേന നിലമ്പൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ട് സമർപ്പിച്ചു. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെ 6.1 കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. 2016-ൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം ഉദ്ഘാടനം നടത്തി. LDF സർക്കാരിന്റെ കാലത്ത് ചക്കാലകുത്ത് വരെ 2.4 കിലോമീറ്റർ ദൂരം ഭൂമി ഏറ്റെടുത്ത് ഭാഗിക നിർമ്മാണം നടത്തി. ഈ ഭാഗത്ത് ഭൂവുടമകൾക്ക് പണവും നൽകി. എന്നാൽ ബാക്കി ഭൂവുടമകൾക്ക് പണം നൽകാത്തതിനാൽ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യട ഷൗക്കത്ത് വിജയിച്ച് MLA ആയതോടെ പദ്ധതിക്ക് ജീവൻ വെച്ചു. ഭൂമി വിട്ടുകൊടുത്തവർക്ക് പണം നൽകി. എന്നാൽ മരാമത്ത് വകുപ്പിന് കൈമാറിയില്ല. ചക്കാലക്കുത്ത് മുതുകാട് റോഡ് വരെ ഭൂമി ഏറ്റെടുത്തു. 2.4 കിലോമീറ്റർ ദൂരം പണി ഉടനെ തുടങ്ങാനാകുമെന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ട്. 35 കോടി രൂപയുടെ സാങ്കേതിക അനുമതി ലഭിച്ചു. ടെൻഡർ നടത്തി പണി തുടങ്ങിയാൽ മതി. വെളിയന്തോട് വരെ തുടർന്നുള്ള ഭാഗം മരാമത്ത് വകുപ്പിന് ഭൂമി കൈമാറിയാലുടൻ തുടർ നടപടി ഉണ്ടാകും. ഒരാഴ്ച മുമ്പേ ആര്യട ഷൗക്കത്ത് MLA ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ബൈപ്പാസിൽ 110 kV ലൈനിന്റെ ടവറുകൾ മാറ്റി സ്ഥാപിക്കുന്നത് ടെൻഡറിൽ KSEB അംഗീകരിച്ചു. പ്രവൃത്തി ഉടനെ തുടങ്ങും. എന്നാൽ പട്രാക്ക, കുട്ടായി, വൈദ്യ റോഡ് മുതൽ ടവറുകൾ മാറ്റി സ്ഥാപിക്കുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതായി അറിയുന്നു. ചില ടവറുകളുടെ സ്ഥാനം നിർണയിച്ചത് ബൈപ്പാസിലാണെന്ന് അറിയുന്നു. മരാമത്ത് KSEB ഉദ്യോഗസ്ഥർ ഏകോപനമില്ലാതെ സർവേ നടത്തിയതാണ് പിഴവിന് കാരണമെന്നും പറയുന്നു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം സ്പെഷ്യൽ കൌൺസിൽ ചേരുമെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്. നഗരസഭാ കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡുമായി ഉള്ള വിഷയമാണ് ഇന്നത്തെ ഒരു പ്രധാന അജണ്ടയായിട്ട് ചർച്ചയ്ക്കെടുത്തത്. കഴിഞ്ഞ കൗൺസിലിൽ സെക്രട്ടറിയെ ഈ വിഷയം രണ്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ 2 പ്ലാനും താരതമ്യ പഠനം നടത്തിയപ്പോൾ ചില സാമ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് 2 പേരുമായി ഒരു മധ്യസ്ഥ ശ്രമം സെക്രട്ടറി മുഖേന നടത്താനും ഒരാളെ പിൻവലിച്ച് എത്രയും പെട്ടെന്ന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള താല്പര്യമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് സെക്രട്ടറിയുടെ മധ്യസ്ഥ ശ്രമത്തിൻ്റെ റിപ്പോർട്ട് ചർച്ചയ്ക്കെടുക്കുക എന്ന് മാത്രമാണ് ഇന്നത്തെ അജണ്ടയിൽ ഉൾപ്പെട്ടിരുന്നത്. ആ മധ്യസ്ഥ ശ്രമത്തിൻ്റെ റിപ്പോർട്ട് ഇന്ന് സെക്രട്ടറി ചർച്ചയ്ക്കെടുത്തു. അത് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഇനി അടുത്ത് അധികം താമസിയാതെ ഒരു സ്പെഷ്യൽ കൗൺസിൽ അത് മാത്രം അജണ്ട വെച്ചുകൊണ്ട് സ്പെഷ്യൽ കൗൺസിൽ കൂടി തീരുമാനമെടുക്കുന്നതാണ്. തുടർ നടപടികൾക്ക് സെക്രട്ടറിയെ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന ചുമതലപ്പെടുത്തി.
നഗരസഭാ ബോർഡ് യോഗത്തിൽ മുഖ്യ അജണ്ടയായാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വിഷയം ചർച്ച ചെയ്തത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 DPR നഗരസഭയിൽ സമർപ്പിക്കുകയും പണം കൈപ്പറ്റുകയും ചെയ്തതിനാൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ DPRകളിലുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഇതിനായി കഴിഞ്ഞ 8 നടന്ന ബോർഡ് യോഗം നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു. സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട് കൗൺസിൽ യോഗത്തിൽ വെച്ചു. 2 കക്ഷികളുമായി സംസാരിച്ചതിന്റെ വിശദാംശങ്ങളും റിപ്പോർട്ടിലുണ്ട്. DPR തയ്യാറാക്കിയ 2 പേരും പണം കൈപ്പറ്റിയതിനാൽ പണം തിരിച്ചുപിടിക്കാനായുള്ള നടപടികളും റിപ്പോർട്ടിന്മേൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദ്യം സമർപ്പിച്ചിരുന്ന DPR രണ്ടാമത് കക്ഷി അതേപടി പകർത്തി നഗരസഭയ്ക്ക് സമർപ്പിക്കുകയായിരുന്നുവെന്ന് നിലമ്പൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. റിപ്പോർട്ട് നഗരസഭയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഞാൻ അതിൻ്റെ ക്രക്സ് ഒന്ന് പറയാം, എല്ലാം കൂടെ ചേർത്ത് പറയാൻ കഴിയില്ല. അതായത് നമ്മൾ കൗൺസിലുകൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്ക് 2 പേർക്കാണ് നൽകിയിട്ടുള്ളത്. അതിന് ആൾറെഡി ഒരാളെ ഒഴിവാക്കിയിട്ടാണ് മറ്റൊരാളെ നമ്മൾ ചെയ്തത്. ഞാൻ ഫൈനൽ പരിശോധിച്ചപ്പോൾ മുൻപ് കൊടുത്ത സിയാദ് കേസരി മെമ്പർക്ക് കൊടുത്തത് അത് ക്യാൻസൽ ചെയ്തതായിട്ടോ അത് പ്രോപ്പറായിട്ട് നോട്ടീസ് കൊടുത്ത് ക്യാൻസൽ ചെയ്തതായിട്ടോ ഞാൻ ഫയലിൽ കണ്ടിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ വിഷയം, രണ്ടാമത് നൽകിയ ആള് കോപ്പി ചെയ്തതാണെന്ന് പറയുന്നു. കോപ്പി ചെയ്താണ് നമ്മളെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തു. ഈ ഒരു വിഷയത്തിൽ ഞാൻ കേപ്പബിൾ അല്ല. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് മാത്രമേ എനിക്ക് റിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് പ്രകാരം ഇത് കോപ്പിയാണ് എന്നുള്ള കാര്യത്തിൽ അനുമാനത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ രണ്ടാമത് കൊടുത്ത ആൾക്ക് അയാളുമായിട്ടുള്ള കരാറ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. കഴിഞ്ഞാൽ അയാൾ ചെയ്ത തെറ്റിനും കൂടെ നമ്മളും അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തും. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് കൊടുത്ത ലേ ഇൻഡസ് എന്ന സ്ഥാപനത്തിന് ഒഴിവാക്കാൻ മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. അതിനോട് തന്നെ അയാളുടെ കയ്യിൽ നമ്മൾ പൈസ ഈടാക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് DPR തയ്യാറാക്കി ഏജൻസിയോട് വിശദീകരണം ആവശ്യപ്പെടാനും ഇയാൾ കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനും കൗൺസിൽ തീരുമാനിച്ചു. ആദ്യം DPR തയ്യാറാക്കിയ ആൾ പുതിയ DPR തയ്യാറാക്കാൻ സന്നദ്ധനാണെങ്കിലും അയാൾക്കോ അല്ലെങ്കിൽ പുതിയ ഏജൻസിക്കോ നൽകാനുള്ള നടപടികൾ എടുക്കാമെന്നും സെക്രട്ടറി വിശദീകരിച്ചു. ആദ്യത്തെ DPR മികവുറ്റതാണെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ടിലുണ്ട്. രണ്ടാമത്തെ DPR ഇതിന്റെ കോപ്പി പകർത്തിയതാണെന്നും പറയുന്നു. നിലവിൽ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ഇതിനായി സ്പെഷ്യൽ കൗൺസിൽ ചേരും. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിൽക്കിന് നിർമ്മാണ പ്രവൃത്തി നൽകാനും DPR തയ്യാറാക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ഭരണസമിതിയിലാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ വരെ പൂർത്തീകരിച്ചതാണെന്നും നിലവിലെ ഭരണസമിതി ഇത് തയ്യാറാക്കിയതാണെന്നും നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നും CPI അംഗം PM ബഷീർ പറഞ്ഞു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എത്രയും പെട്ടെന്ന് നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികൾക്ക് കൗൺസിലിൽ പൂർണ്ണ പിന്തുണ നൽകി. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കണമെന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. വഴിക്കടവ് ആനമറയിൽ പുലി ഇറങ്ങി. വീട്ടുമുറ്റത്തെ കൂട് തകർത്ത് കോഴികളെ പിടികൂടി. ആനമറയിലെ കാക്കത്തോടൻ താജുദ്ദീന്റെ കോഴിക്കൂടാണ് പുലി തകർത്ത് കോഴികളെ പിടികൂടിയത്. രാവിലെ കോഴികളെ വിടാൻ ചെന്നപ്പോഴാണ് നെറ്റ് കൊണ്ടുണ്ടാക്കിയ കൂട് തകർത്ത നിലയിൽ കണ്ടത്. പുലിയുടെ പെരുമാറ്റവും കാൽപ്പാടുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 1 മാസം മുൻപ് സമീപത്തെ പിലാത്തൊടികം മുജീബ് റഹ്മാന്റെ വീട്ടുമുറ്റത്തെ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ കൂട് തകർത്ത് താറാവുകളെ പിടികൂടിയിരുന്നു. മുജീബിന്റെ വീട്ടിൽ ഒരാഴ്ച ഇടവിട്ട് 2 തവണ പുലി എത്തിയിരുന്നു. ശനിയാഴ്ച രാത്രി നാടുകാണി ചുരം 1-ാം വളവിന് താഴെ പുലി റോഡ് മുറിച്ച് കടന്ന് താഴേക്ക് ഇറങ്ങിയതായി ലോറി ഡ്രൈവർ കണ്ടിരുന്നതായി പറയുന്നു. പുലിയെ കണ്ട വിവരം താഴെ ചെക്ക് പോസ്റ്റിലുണ്ടായിരുന്ന പോലീസിനെ വിവരം അറിയിച്ചിരുന്നതായും പ്രദേശവാസിയായ ഡ്രൈവർ പറഞ്ഞു. ചുരം താഴ്വാര പ്രദേശത്തെ വീട്ടിലാണ് പുലിയെത്തി കോഴിക്കൂട് തകർത്തത്. നിരന്തരമുള്ള പുലിയുടെ സാന്നിധ്യം നാട്ടുകാരിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടുകൊമ്പന്റെ വിലസൽ തുടരുന്നു. വടപുറം താളിപ്പൊയിൽ ഹനഫി പള്ളിക്ക് സമീപം PH സിദ്ദീഖിന്റെ വീട്ടുവളപ്പിലെ വിളകൾ നശിപ്പിച്ചു. വീടിന്റെ മുൻവശത്തെ മുറ്റത്തുകൂടി ആന ഉലാത്തുന്നത് CCTV ദൃശ്യത്തിലുമുണ്ട്.
കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി നിലമ്പൂർ നഗരസഭാ പ്രദേശത്ത് ഭീതി പരത്തിയ കൊമ്പൻ തന്നെയാണ് സമീപ ഗ്രാമമായ താളിപ്പോയിൽ സിദ്ദീഖിന്റെ പുരയിടത്തിൽ നാശം ഉണ്ടാക്കിയത്. മുറ്റത്തെ കാർ, സ്കൂട്ടർ എന്നിവയുണ്ടായിരുന്നു. അവയ്ക്ക് നേരെ തിരിയാതിരുന്നത് ഭാഗ്യമായി. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ CPM പ്രവർത്തകനെ ബാർബർ ഷോപ്പിൽ കയറി ക്രൂരമായി മർദ്ദിച്ചു. കാപ്പിൽ അരിപ്പമാട് സ്വദേശി മൂലങ്ങേടൻ സാജുവിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്കും കഴുത്തിനുമാണ് പരിക്ക്. കാപ്പിൽ ബാർബർ ഷോപ്പിൽ വെച്ചായിരുന്നു സംഭവം. മുടിവെട്ടി ഷേവ് ചെയ്യുന്നതിനിടെ വാഹനത്തിലെത്തിയ സംഘം കടയ്ക്കുള്ളിൽ അതിക്രമിച്ച് കയറി മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് സാജു പറഞ്ഞു. മുൻപ് ഈ പ്രദേശത്തുണ്ടായ രാഷ്ട്രീയ തർക്കങ്ങളുടെയും അടിപിടിയുടെയും തുടർച്ചയാണ് ആക്രമണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സാജുവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അശാസ്ത്രീയമായി ആഴത്തിൽ നിർമ്മിച്ച ഓട സ്ലാബിട്ട് മൂടിയില്ല. പത്രവിതരണത്തിന് പോകവേ യുവാവ് സ്കൂട്ടറുമായി ഓടയിൽ വീണു. പൂളപ്പറമ്പ് മുമ്മുള്ളി റോഡിലാണ് സംഭവം. നഗരസഭാ പദ്ധതിയിൽ കഴിഞ്ഞ വർഷം നിർമ്മിച്ച ഓടയ്ക്ക് 8 അടി താഴ്ചയുണ്ട്. അപകട സാധ്യത അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണെന്നും നാട്ടുകാർ പറഞ്ഞു. നായ കുറുകെ ചാടിയപ്പോൾ വെട്ടിച്ച സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ഓടയിൽ പതിക്കുകയായിരുന്നു. യുവാവിന് നിസ്സാര പരിക്കുകളുണ്ട്. ഓടിക്കൂടിയ നാട്ടുകാർ ഇയാളെ രക്ഷപ്പെടുത്തി കയർ ഉപയോഗിച്ച് ഓടയിൽ നിന്ന് സ്കൂട്ടർ പൊക്കിയെടുത്തു. KSRTCയിൽ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കാൻ പുതിയ സർക്കാർ തയ്യാറാവണമെന്ന് ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. KST വർക്കേഴ്സ് യൂണിയൻ INTUC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ET ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. 10 വർഷമായി KSRTC പെൻഷൻകാർക്ക് ഒരു ആനുകൂല്യവും നൽകാതെ ദ്രോഹിച്ചതിന് പിണറായി വിജയൻ സർക്കാരിനുള്ള മറുപടിയാണ് നിയമസഭയിലെ തെരഞ്ഞെടുപ്പിലൂടെ വിധിയെന്നും യോഗം അഭിപ്രായപ്പെട്ടു. KSRTC പെൻഷൻകാരുടെ കണ്ണീർ തുടയ്ക്കുന്ന പ്രതിജ്ഞാബദ്ധമായ സർക്കാരായിരിക്കും VD സതീഷിന്റെ സർക്കാരെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. TPWA ജില്ലാ പ്രസിഡന്റ് നസീർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PK സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. യൂണിറ്റിലെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. യൂണിറ്റ് പ്രസിഡന്റായി അബ്ദുൾ ഖാദർ, സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് പനോലൻ, ട്രഷറർ P അഷ്റഫ് അലി എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. മമ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വാർഡുകളിൽ നടന്നുവരുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി പുള്ളിപ്പാടം വാർഡിൽ വിപുലമായ രീതിയിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം മമ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരും ശുചീകരണത്തിൽ സജീവ പങ്കാളികളായി. പുള്ളിപ്പാടത്ത് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഴക്കാലത്തുണ്ടാകുവാനിടയുള്ള പകർച്ചവ്യാധികൾ തടയുന്നതിനും പൊതുയിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുമാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ കരിക്കാട്ടുമണ്ണ വാർഡ് മെമ്പർ രജീഷ്, കോർഡിനേറ്റർ പാത്തുമ്മക്കുട്ടി, NSS പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് ഇജാസ്, അധ്യാപകൻ യൂനുസ് തുടങ്ങിയവർ സംബന്ധിച്ചു. വരും ദിവസങ്ങളിലും മറ്റ് വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയോടനുബന്ധിച്ച് മമ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും FHSC മമ്പാടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ FHSC മമ്പാടിൽ വെച്ച് രക്താതിമർദ്ദം ഒരു നിശബ്ദ കൊലയാളി എന്ന വിഷയത്തെ അധികരിച്ച് പോസ്റ്റർ രചനാ മത്സരവും ആരോഗ്യ ബോധവൽക്കരണവും നടത്തി. മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റർ രചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങിൽ മമ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി അധ്യക്ഷത വഹിച്ചു. HI ഷിജി KM,
ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരോജിനി ടീച്ചർ, 7ാം വാർഡ് മെമ്പർ എന്നിവർ ചടങ്ങിന് ആശംസ അർപ്പിച്ചു. മമ്പാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഷെറിൻ കൃഷ്ണ, ഡോക്ടർ സഞ്ജു എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജയിച്ചൈ ഗോപിക ഉദയൻ ചടങ്ങിന് നന്ദി പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ ചെറുവത്തുകുന്ന് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും പഠനോപകരണങ്ങൾ വിതരണവും ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അനസ് പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിൽ നിന്ന് SI ആയി വിരമിച്ച അബൂബക്കറിനെ ആദരിച്ചു. മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി ഡ്രെയിനേജുകൾ മുൻ കൗൺസിലർ റഹ്മത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. റഹ്മത്തുള്ള സ്വാഗതം പറഞ്ഞു. മുൻ കൗൺസിലർ മുജീബ് റഹ്മാൻ, AT മുജീബ്, കേരള പോലീസിൽ നിന്ന് വിരമിച്ച അബൂബക്കർ എന്നിവർ ആശംസകൾ അറിയിച്ചു. ബീർ അലി ശിഹാബ്, സുബൈർ കിടങ്ങാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. യുവമോർച്ച നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി പഠനോപകരണ വിതരണം നടത്തി. BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ് ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു M സാമുവൽ സാന്നിധ്യം അറിയിച്ചു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു KC അധ്യക്ഷത വഹിച്ചു. BJP നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് വിനീഷ് T ആശംസകൾ അറിയിച്ചു. യുവമോർച്ച ജില്ലാ ഭാരവാഹികളായ സന്തോഷ് V, ലിബിൻ CS, കാർത്തിക് മാഹി, അനിൽ തണ്ടമ്പാറ തുടങ്ങിയവർ പങ്കെടുത്തു. സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 2ാം ഘട്ട പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കരുളായി പിലാക്കോട്ടുംപാടം അരിപ്പൻ മലയിലെ കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ കടങ്ങുംപുറത്ത് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ചു. ഉദ്ഘാടനം നിർവഹിച്ചു. കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ഒരുപാട് വേദികളിൽ ഇങ്ങനെ ഉദ്ഘാടന ചടങ്ങിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ ഒരു വേദിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതും വളരെയധികം സന്തോഷമുള്ള ഒരു വേദിയാണിത്. ഇത്തരത്തില് ഒരു സ്നേഹം, നിങ്ങൾക്ക് പഠിക്കാനുള്ള പഠനോപകരണങ്ങൾ സ്നേഹത്തോടെ തരാനൊരു ട്രസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നെങ്കിൽ അവർക്കുള്ള നന്ദിയും കടപ്പാട് കരുളായി പഞ്ചായത്തിന്റെ പേരിലും കരുളായി പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ പേരിലും നിങ്ങൾ ഓരോരുടെ പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടിക്ക് ഒരു പുസ്തകങ്ങൾ വാങ്ങണമെങ്കിൽ എത്ര രൂപ വേണം? എല്ലാ രക്ഷിതാക്കളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ആവലാതിയാണ്. സ്കൂൾ തുറക്കാനായി എന്തെല്ലാം വേണം? അത് ഒരു വീട്ടിൽ നിന്ന് 2ഉം 3ഉം കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ നല്ല പൈസ ചെലവാണത്. അപ്പോ എല്ലാവരും സാധാരണക്കാരായ ആളുകളാണ്. അപ്പൊ നമുക്കൊരു കുട്ടീനെ സ്കൂളിലേക്ക് വിടണമെങ്കിലുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് എല്ലാവരും വേവലാതി പഠിക്കുന്ന സമയത്താണ് ഇതുപോലൊരു കൈത്താങ്, ഒരു സ്നേഹം നമ്മുടെ മുന്നിലേക്ക് ഒരു കടന്നു വന്നത്. അപ്പൊ നമ്മുടെ മുന്നിലേക്ക് വന്ന ഈ സ്നേഹദൂതരെ നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് അവരുടെ മുന്നിൽ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വാർഡ് മെമ്പർ ഖദീജ പറമ്പൻ പീടിക സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുഖ്യാതിഥിയായി മഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C ജമാൽ സാന്നിധ്യനായി. സ്നേഹഭവൻ ട്രസ്റ്റ് പ്രസിഡന്റ് സമീർ പുളിക്കൽ അധ്യക്ഷനായിരുന്നു. യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ബാബു പൊടിയാണ്, ട്രസ്റ്റ് അംഗങ്ങളായ സഫീർ P, മുഹമ്മദ് അൽഫർദിൻ, യാസർ അർഫത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.